വടക്കൻ കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കോഴിക്കോട് കാപ്പാട് സ്വദേശി 2 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിലും വെളിയങ്കോടും കടലാക്രമണമുണ്ടായി. വെളിയങ്കോട് തീരത്ത് 3 വീടുകളും പാലപ്പെട്ടിൽ 2 വീടുകളും പൂർണ്ണമായും കടലെടുത്തു. താമരശ്ശേരി ചുരത്തിലും മലയോര ഹൈവേയിലും ഗതാഗത നിയന്ത്രണമുണ്ട്. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയിലാണ്. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളക്കെട്ടിൽ താഴ്ന്ന് അപകടമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക്. വള്ളത്തിൽ പോയിട്ടുണ്ട്, എടുക്കാൻ വേണ്ടി ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടി വെള്ളത്തിൽ പോയി. ലൈനില്ലേ ശാന്തകുമാർ വേളാലത്ത് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശാന്തകുമാർ, മലബാറിൽ മഴ ദുരിതം ഒഴിഞ്ഞിട്ടില്ല. ഇന്നും പലയിടത്തും ശക്തമായ മഴയുണ്ടായി. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാണ് മലബാറിലെ മുഴുവനായുള്ള ഒരു നിലവിലെ അവസ്ഥ? ഒപ്പം മലപ്പുറത്ത് കാര്യമായ നാശനഷ്ടങ്ങളുണ്ട്. കടൽക്ഷോഭത്തിൽ വീടുകൾ തകരുന്നതടക്ക കാഴ്ചകൾ നമ്മളിന്ന് കണ്ടു. മലബാറിലെ ആകെ നോക്കുകയാണെങ്കിൽ 6 ജില്ലകളിലും ഇന്ന് ഒരു 10 മണിക്ക് ശേഷം കാര്യമായ മഴ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ തോതിൽ വെയിലും ഉയർന്നു വന്ന സമയങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് കാലാവസ്ഥ ഇന്ന് മലബാർ മേഖലയിലുള്ളത്. അത് കാസർഗോഡാണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലപ്പുറത്തുമൊക്കെ സമാന രീതിയിൽ തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അപകടങ്ങളിൽപ്പെട്ടവരെ ഉണ്ടായ ദുരിതങ്ങൾ തന്നെയാണ്, അതിൻ്റെ തുടർക്കഥകൾ തന്നെയാണ് ഇന്നും ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് കാപ്പാട് 2 വയസ്സുകാരൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട ചികിത്സയിലായിരുന്നു. മറ്റൊന്ന് കണ്ണൂരിലാണ്. കണ്ണൂരിൽ ഇന്നലെ 2 പേരെ കാണാതായിട്ടുണ്ട്. ഒരാൾ ഒഴുക്കിൽപ്പെടുകയും മറ്റൊരാൾ രക്ഷാപ്രവർത്തനത്തിനിടെയുമാണ് കാണാതെ. ഇവർ 2 പേരെയും കണ്ടെത്താനായിട്ടില്ല. ഇവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കാസർഗോഡും സമാന രീതിയിൽ തന്നെയാണ്. വലിയ തോതിലുള്ള മഴയൊന്നും ഇന്നും കാസർഗോഡ് കാര്യമായി ഉണ്ടായിട്ടില്ല. ഈ തേജസ്വിനി പുഴയിലെ കരകവിഞ്ഞൊഴുകിയത് ഒഴിച്ചാൽ അത് രാവിലെ അല്പം പ്രയാസങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. മലപ്പുറത്താണ് കാര്യമായ നാശനഷ്ടം സംഭവിച്ചത്. അത് തീരമേഖലകളാണ്. പൊന്നാനി മേഖലയിലായിരുന്നു വലിയ തോതിലുള്ള കടലാക്രമണം ഉണ്ടായത്. ഏകദേശം 5 വീടുകളാണ് ഇതിനകത്ത് ഈ കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അത് വെളിയങ്കോടും അതുപോലെ തന്നെ പാലപ്പെട്ടിയിലുമാണ് ഈ കടലാക്രമണം ഉണ്ടായത്. അവിടുത്തെ ഏകദേശം 7ഓളം കുടുംബങ്ങളെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മഴയുടെ ശക്തി കുറവുണ്ട്. പക്ഷേ അതിൻ്റെ ഇന്നലെയും അതുപോലെ തന്നെ ഇന്നലെ രാത്രിയും ഉണ്ടായ ശക്തമായ മഴയുടെ തുടർ ഫലനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മലപ്പുറത്ത് അതുപോലെ സമാന രീതിയിൽ തന്നെയാണ് തോട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും ഒപ്പം തന്നെ ഒരു വാഹനം ഒരു കാറ് മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ചെയ്തത്. അതിനകത്ത് ആളുകൾക്ക് പരിക്കില്ല, പക്ഷേ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഭാരതപ്പുഴ നിറഞ്ഞ് കരകവിഞ്ഞൊഴുകുകയും ഒറ്റപ്പാലത്തെ നേരിയ തോതിലുള്ള വെള്ളം കയറുകയും എല്ലാം ചെയ്തിരുന്നു. അവയെല്ലാം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് പാലക്കാട് നിന്നുള്ള റിപ്പോർട്ടും. വയനാടും സമാന രീതിയിൽ തന്നെയാണ്. വയനാട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബത്തേരി, മാനന്തവാടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കോ അല്ലെങ്കിൽ ശക്തമായ മഴയോ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നത് തന്നെ ഏറെ ആശ്വാസകരം. മലബാറിനെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസം നൽകുന്ന മണിക്കൂറുകൾ തന്നെയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അരുണ്യ.